12 mm തിക്നെസ്സിൽ വരുന്ന ക്ലിയർ ടഫൺ ഗ്ലാസും 2 ക്ക് 2.5 സൈസിൽ വരുന്ന മഹാഗണി വുഡും അതുപോലെ തന്നെ സൈഡിലുള്ള ഫിറ്റിംഗ്സ് SS-ന്റെ 3048 വരുന്ന സൈഡ് ഫിറ്റിംഗ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റെയർ കേസിന്റെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ സൈഡ് ഫിറ്റിംഗ്സ് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പിൽ മാക്സിമം വെടുത്ത് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതിൽ നമ്മളൊരു മാസ്റ്റർ പോസ്റ്റ് ഇവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ സൈസിൽ വരുന്ന 2 ക്ക് 2.5 സൈസിൽ വരുന്ന ഒരു മാസ്റ്റർ പോസ്റ്റ് തന്നെ ഇങ്ങോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പിന്റെ സൈഡിൽ മാത്രമല്ല സൈഡ് ഫിറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്, കംപ്ലീറ്റ് മുകളിലെല്ലാം നമ്മൾ സൈഡ് ഫിറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഫിറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മുകളിൽ എത്തുന്ന സമയത്ത് ചെറിയ ഹൈറ്റിൽ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നമ്മൾ 90 സെൻറ്റിമീറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലും നമ്മൾ 90 തന്നെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ചെരിവ് ഡിഗ്രി പോലെ വരുന്നത് കൊണ്ട് അവിടെ നമുക്ക് സ്റ്റെപ്പിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഹൈറ്റ് നമ്മൾ നോക്കുന്നത്. ഇങ്ങോട്ട് 90 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. ഫ്ലോറിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് 90 സെൻറ്റിമീറ്റർ തന്നെയാണ് ഹൈറ്റ് കൊടുക്കുന്നത്. ഇത് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക സേഫ്റ്റിയാണ്. കുട്ടികൾ താഴോട്ട് പോകുന്ന കാര്യത്തിലോ അങ്ങനെയുള്ള സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം 90 സെൻറ്റിമീറ്റർ കൊടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ഒരാളുടെ പകുതിയോളം ഹൈറ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. 90 സെൻറ്റിമീറ്റർ ഇവിടെ കൊടുത്തത് കൊണ്ട് തന്നെ സേഫ്റ്റി ഒക്കെ ഓക്കെയാണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പോലും ഇത് ഗ്ലാസ് ആയത് കാരണം നമുക്കിങ്ങനെ ചവിട്ടി കയറാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. കറക്റ്റ് ആ ഒരു സേഫ്റ്റി ഇവിടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ ആണ് ഒരു സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ പർപ്പസിന് നമ്മൾ ഹാൻഡ് റെയിൽ കൊടുക്കുന്നതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കാറുള്ളത് 90 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ച മരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സൈസ് സൈഡിൽ നമ്മൾ 2.5 ഇഞ്ചും ടോപ്പിൽ നമ്മൾ 2 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. സ്ക്വയർ കൊടുക്കുന്ന സമയത്ത് 2x2 ആണ് വരാറുള്ളത്. ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്ക് 2.5 സൈസ്, അതും മഹാഗണി കെമിക്കൽ ട്രീറ്റഡ് വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരത്തിൽ കാര്യമായിട്ടുള്ള ഡാമേജസ് ഒന്നും വരില്ല. ഈ കുത്തിപ്പോവുക എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഈ കെമിക്കൽ ട്രീറ്റ് ചെയ്ത മരത്തിൽ വരില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പ്രൊഫഷണലായിട്ടുള്ള ടീമിനെ നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇത്തരത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം. മുകളിൽ കാണുന്ന സ്ക്വയർ ഗ്ലാസ്സുകളൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ടാപ്പിൽ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റുമെങ്കിലും ഡ്രോയിങ് ആക്കി എടുക്കാൻ പറ്റുമെങ്കിലും ഇതുപോലെ സ്റ്റെപ്പിൽ വരുന്ന ഈ ഒരു ഷേപ്പായിട്ട് വരുന്ന ഇതൊരു ഡിഗ്രി ഷേപ്പിലാണ് ഈ ഗ്ലാസ് വരുന്നത്. ഈ 1, 2, 3 ഗ്ലാസ്സും അങ്ങനെ വരുന്നത്. ഇത്തരത്തിലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ കറക്റ്റ് ഈ ഷേപ്പ് ഓൾറെഡി ഇതുപോലെ പ്ലൈവുഡിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലൈവുഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഈ പ്ലൈവുഡ് കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഗ്ലാസ് ടഫൺ ചെയ്തിട്ട് കറക്റ്റ് അളവിൽ ടഫൺ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് നമ്മൾ സൈറ്റിലുള്ള ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ഹാൻഡിൽ നമുക്ക് ടോട്ടലി ചെയ്യാൻ ഒരു 7 to 10 days ആണ് ഇതിൻ്റെ മിനിമം ടൈം. സാധാരണ സൈറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്കൊരു 7 daysലും ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ സൈഡിലുള്ള പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ ഇൻസ്റ്റാളേഷൻ വർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിലേകൾ പിന്നീട് വന്നേക്കാം. എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 to 10 daysൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.